ഇനി അടുത്തത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഒരു 7 days ഇതേപോലെ മീറ്റിംഗ് വെക്കുക. വീക്ക്ലി മീറ്റിംഗ്. ഓക്കെ, അത് ഏത് ദിവസവും ആവാം. അപ്പൊ എന്റെ ഓഫീസിലാണെങ്കിൽ എല്ലാ നമ്മുടെ മീറ്റിംഗ് എന്നാ തേഴ്സ്ഡേ സമയം 2 to 5. 3:30 to 5 PM വരെ എന്റെ ഓഫീസിൽ എല്ലാ തേഴ്സ്ഡേയും മീറ്റിംഗ് നടക്കും. എന്ന് പറഞ്ഞാൽ നാളെ മീറ്റിംഗ് നടക്കും. കഴിഞ്ഞ ഒരു വീക്കിലെ എല്ലാവരുടെ റിപ്പോർട്ട് അവിടെ അവരെന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അടുത്തൊരു വീക്കിലേക്കുള്ള പ്ലാനും പറയും. ഇതിൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം, മന്തിലേക്ക് കൊണ്ടുപോകണം. ഈ കാര്യം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആയിട്ട് ഒരാളെ ബെസ്റ്റ് പെർഫോമർ അവരെന്ത് ചെയ്യും, അനൗൺസ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്, പക്ഷെ അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമർ. പക്ഷെ അതൊക്കെ ഒരു കിറ്റ് കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിനും എന്താണ് മോട്ടിവേഷൻ ആണ്. അവർക്ക് നാളെ ഒരു ജോലിക്ക് പോകുകയാണെങ്കിലൊക്കെ ഇതെന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു സംഭവം എന്ത് ചെയ്യുക, കൊണ്ടുവരുമോ. ഈ ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ 3 days നിങ്ങളുടെ ടീം ഇങ്ങനെ ലൈവായിട്ടിരിക്കണം. 3 days ഡെലിവറി ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരു 3 days ലൈവായിട്ടിരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടാസ്ക് മാനേജ്മെന്റ് പോകുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. DM4 system implementation in your business.